നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. കസേര തർക്കത്തിൽ വീണ്ടും ട്വിസ്റ്റ്. ഡോക്ടർ രാജേന്ദ്രൻ കോഴിക്കോട് DMO ആയി തുടരും, ഉത്തരവിട്ട് ഹൈക്കോടതി. കോഴിക്കോട് DMO ആയി ഡോക്ടർ രാജേന്ദ്രൻ തിരികെ ചുമതലയേൽക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചുമതലയെടുക്കുന്നത്. സ്റ്റേ ഓർഡർ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നേരത്തെ രാജേന്ദ്രന്റെ സ്ഥലം മാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശമനുസരിച്ച് രാജേന്ദ്രൻ തിരുവനന്തപുരത്തായിരുന്നു ചുമതലയേൽക്കേണ്ടത്. മുനമ്പത്തെ ഭൂമി സിദ്ദിഖ് സേഠിന് എങ്ങനെ ലഭിച്ചു? 1902 രേഖകൾ ഹാജരാക്കണം. കേസ് ജനുവരി 25 പരിഗണിക്കുവാൻ മാറ്റി വഖഫ് ട്രിബ്യൂണൽ. മുനമ്പത്തെ ഭൂമി എങ്ങനെ സിദ്ദിഖ് സേഠിന് ലഭിച്ചെന്ന് വഖഫ് ട്രിബ്യൂണൽ. ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് 1902 രേഖകൾ ഹാജരാക്കണമെന്ന് ട്രൈബ്യൂണലിൽ നിർദ്ദേശിച്ചു. സിദ്ദിഖ് സേഠിന് ലീസിന് നൽകിയ ഭൂമിയാണെങ്കിൽ അത് വഖഫ് ഭൂമിയാകില്ലെന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി. കേസ് ജനുവരി 25 പരിഗണിക്കുവാനായി മാറ്റി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഭീകരൻ ഹാഫിസ് അബ്ദുൾ റഹ്മാൻ മഖി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ ഭാര്യ സഹോദരനും നിരോധിത സംഘടനയായ ജമാഅത്ത് ഉദ് ദവയുടെ നേതാവുമായ ഹാഫിസ് അബ്ദുൾ റഹ്മാൻ മഖി ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച ലാഹോറിൽ മരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അസുഖബാധിതനായ മഖിയെ കടുത്ത പ്രമേഹത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ ഹൃദയാഘാതമുണ്ടായെന്നും മരിച്ചെന്നും അധികൃതർ അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിൽ 2 പാപ്പാഞ്ഞിയെ കത്തിക്കാം, ഹൈക്കോടതി അനുമതി. പുതുവർഷത്തിൽ ഫോർട്ട് കൊച്ചിയിൽ 2 പാപ്പാഞ്ഞിയെ കത്തിക്കുവാൻ അനുമതി. ഉപാധികളോടെയാണ് വെളി മൈതാനത്ത് പപ്പാഞ്ഞിയെ കത്തിക്കുവാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. പരേഡ് ഗ്രൌണ്ടിന് പുറമെ വെളി മൈതാനത്ത് കൂടി പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞ പോലീസിന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവം. കരാർ കമ്പനിയെ 3 വർഷത്തേക്ക് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷൻ. തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ കരാർ കമ്പനിയെ 3 വർഷത്തേക്ക് കരിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി. കരാർ ഏറ്റെടുത്ത സൺ ഏജ് കരാർ കമ്പനിയെ കരിപ്പട്ടികയിൽപ്പെടുത്തതായി ശുചിത്വ മിഷൻ അറിയിച്ചു. തിരുവനന്തപുരത്തെ ആശുപത്രികളിൽ നിന്നും ശേഖരിച്ച മാലിന്യം കമ്പനി തിരുനെൽവേലിയിൽ തള്ളിയതായി കണ്ടെത്തിയിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള നോഡൽ ഓഫീസായ ശുചിത്വ മിഷന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് കമ്പനി മറുപടി നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്.
ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. ജമാഅത്തെ പിന്തുണ വർഷങ്ങളായി CPIM-ന്. കെ മുരളീധരനെ തിരുത്തി VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിനെന്ന കെ മുരളീധരന്റെ പ്രസ്താവന തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ LDF-നാണെന്നും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 or 5 സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തു കാണുമെന്നും VD സതീശൻ പറഞ്ഞു. കോടതി ജീവനക്കാരിയോട് മോശമായി പെരുമാറി ജഡ്ജിയെ സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് കോടതിയിലെ ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ ജഡ്ജിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മോട്ടോർ ആൻഡ് ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ അഡീഷണൽ ജഡ്ജായ M. സുഹൈബിനെതിരെയാണ് ഹൈക്കോടതിയുടെ നടപടി. സുഹൈബ് ഉടൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് വടകര ജില്ലാ ജഡ്ജ് G. ബിജുവിന് ചുമതല കൈമാറുവാൻ ഹൈക്കോടതി രജിസ്ട്രാർ ഉത്തരവിറക്കി. ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ PA, ചിലപ്പോൾ ചീഫ് സെലക്ടർ. 6 വർഷത്തിനിടെ യുവാവ് പിരിച്ചത് 3 കോടി പിടിയിൽ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ PA ചമഞ്ഞും ക്രിക്കറ്റ് ചീഫ് സെലക്ടർ എന്ന് തെറ്റിദ്ധരിപ്പിച്ചും തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ. ക്രിക്കറ്റ് താരത്തിന് സ്പോൺസർഷിപ്പിന് എന്ന പേരിലാണ് ഏറ്റവും ഒടുവിൽ പണം തട്ടുവാനായി ശ്രമിച്ചത്. വിജയവാഡ സ്വദേശി ബുഡമുരു നാഗരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ശ്രീനിവാസറാവുമായി ആൾമാറാട്ടം നടത്തിയാണ് നാഗരാജ് ഒടുവിൽ തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് പറയുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555455.